സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവെക്കുന്ന സമയത്ത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനാട് പുനരധിവാസം പോലും തുണയ്ക്കാത്ത സർക്കാരിനെ പറ്റി അല്ലേ? അതായത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എല്ലാം ചെയ്തു കൊടുത്ത ഒരു സർക്കാരിനെ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ അവഹേളിച്ച് വിടുന്ന അല്ലെ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ ചതിച്ചു വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ഷന്റെ വിധികളൊക്കെ വന്ന ജനവിധി വന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ? അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അവരാവശ്യപ്പെട്ടതും അവരാവശ്യപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ആ പാർട്ടിയുടെ വേര് പോലും ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല, കേരളത്തിൽ ആ പാർട്ടിയുടെ വേര് പോലും ഓടാൻ പാടില്ല എന്ന് പറയുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ചില ആളുകൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലമായിട്ട് ആ പാർട്ടി ഇന്ന് ഈ പറയുന്ന കേരളത്തിൽ അവശേഷിക്കാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സീറ്റ് പോലും കൊടുക്കാത്ത രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി. അതാണ് അവരുടെ ആഗ്രഹം. പക്ഷെ ഒരു സീറ്റ് പോലും കിട്ടാത്ത രീതിയിൽ എന്തായാലും ഈ ഒരു പാർട്ടി അധപ്പതിച്ച് പോകത്തില്ല. കാരണം ഇത് തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു പാർട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ടല്ലേ? അത് ഏതൊരു പാർട്ടിക്കാരനായിക്കോട്ടെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആം ആദ്മി ആയിക്കോട്ടെ, ഏതൊരു പാർട്ടിക്കാരനായിക്കോട്ടെ, എല്ലാ ആളുകളുടെയും ഉള്ളിൽ ഒരു കമ്മ്യൂണിസം ഉറങ്ങിക്കിടപ്പുണ്ട്. ആ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പാർട്ടി എന്നല്ല, ആ കമ്മ്യൂണിസം എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു പാർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ, ഈ നാട്ടിലെന്നല്ല ഏതൊരു നാട്ടിൽ എന്തൊരു കൊള്ളരുതായ്മ നടന്നാലും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് LDF തന്നെയായിരിക്കും, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരിക്കും. ആ ഒരു പാർട്ടിയെ, അതായത് ആ പാർട്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും, അവർക്ക് വേണ്ടുന്ന ആവശ്യ സൗകര്യങ്ങളും അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തിട്ടും മുണ്ടക്കയിലെ ജനങ്ങൾ എന്തുകൊണ്ട് LDFനെ പിന്തുണച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് LDFനെ അവഗണിച്ചു? ഈ ചോദ്യങ്ങളൊക്കെ ഏറെ പ്രസക്തമാണ്. നമുക്കറിയാം, വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കുറച്ച് കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് വലിയ പ്രഹസനമായിട്ടൊക്കെ വന്നു. അങ്ങനെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെല്ലാം കള്ള വോട്ടിൽ കൂടിയാണ്, അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി പണം മറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആളുകളെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിപ്പിച്ചാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നീട് അതിനെപ്പറ്റി ഒരു അപ്ഡേഷനും ഇല്ല, ഒരു കാര്യങ്ങൾ പോലും ആരും അറിയുന്നില്ല. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഇനി ഞാനൊരു ബോംബ് പൊട്ടിക്കും, ഞങ്ങൾക്കെതിരെ കളിച്ചാൽ ഇനി ഞാനൊരു ബോംബ് പൊട്ടിക്കും, അത് ആർക്കും സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും, അതൊരു വലിയ ആണവായുധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വൈരുദ്ധ്യം, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇവരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തും. അങ്ങനെ നടത്തുന്ന മുതലെടുപ്പുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇതിനെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനം കാണിച്ച രാഹുൽ ഗാന്ധി ഇന്നെന്തോ ഒന്നും മിണ്ടാത്തത്? ഇന്നിപ്പോൾ വോട്ടെല്ലാം കിട്ടി ജയിച്ചു വന്നിരിക്കുന്ന കോൺഗ്രസ്, അവർക്ക് ആ വോട്ട് കിട്ടാനായിട്ട് പ്രധാന കാരണമായിരിക്കുന്നത് ഈ പറയുന്ന സംഘികളുടെ ഒരു ഇടപെടൽ തന്നെയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മൾ അത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇപ്പം LDF ആരും ജയിക്കുന്നതെങ്കിൽ UDF വലിയ പ്രഹസനമായിട്ട് വരും. വോട്ട് തിരിമറി, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷനിൽ അട്ടിമറി നടന്നിട്ടുണ്ട്, ഇലക്ഷനിലെ ബാലറ്റുകളൊക്കെ കള്ളത്തരങ്ങളായിരുന്നു, എല്ലാം ഉടായ്പിൽ കൂടി ജയിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് വന്നില്ല. അവർ തോറ്റെങ്കിൽ ആ തോൽവിയെ സമ്മതിച്ചുകൊണ്ട് തന്നെ വീണ്ടും നല്ല രീതിയിൽ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്നൊക്കെ പറയുന്നത് പോലെ, വീണ്ടും നല്ല രീതിയിൽ ശക്തി ആർജിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അവരും തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള 5 വർഷം എന്താണ് LDF അല്ലെ UDF ഇവിടെ കാണിച്ചു വെക്കുന്നതെന്നും അതിന് മറുപടിയായിട്ട് LDF എന്താണ് കൊടുക്കുന്നതെന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഈ പറയുന്നൊരു വയനാടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ വയനാടിൻ്റെ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. കൗമുദി TV പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. വയനാട് പുനരധിവാസം തുണച്ചില്ല, ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല ബൂത്തുകളിൽ പിന്നിൽ, LDFനെ കൈവിട്ട് ദുരന്തബാധിത മേഖലകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ്. അതിന് താഴെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ്, അന്ധന് കാഴ്ച തിരിച്ചു കിട്ടുമ്പോൾ അയാൾ ആദ്യം വലിച്ചെറിയുന്നത് അതുവരെ തന്നെ സംരക്ഷിച്ച് കൂടെ ഉണ്ടായിരുന്ന വടി തന്നെയായിരിക്കും. വീട് കൊടുക്കാതെ കലണ്ടർ കൊടുത്തവനെ വിജയിപ്പിച്ചു, 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് മുക്കിയ കോൺഗ്രസിനെ നിങ്ങൾ വിജയിപ്പിച്ചു. ആക്രി പെറുക്കി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും കെട്ടിടം പണിക്ക് പോയും DYFI ചൂരൽമല, മുണ്ടക്കൈ ജനങ്ങൾക്ക് കൊടുത്തത് 20 കോടിയാണ്. എന്നെ ഏറ്റവും ഞെട്ടിച്ച വാർത്ത, വയനാട്ടിൽ LDFന് പരാജയം. കൊടുത്തത് ആരുടെയും പോക്കറ്റിൽ നിന്നല്ല, സമ്മതിച്ചു. പക്ഷേ മറ്റൊരു സർക്കാർ ആയിരുന്നെങ്കിൽ ഇന്നും കല്ലിട്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞ് നടക്കത്തേയുള്ളൂ. പറഞ്ഞതൊക്കെയും ചെയ്ത് കാണിച്ച സർക്കാരായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം നമ്മളെ ഭരിച്ചത്. അത് മതി സഖാവേ, ഒരാളാണെങ്കിലും അതൊരു പാർട്ടി ആയിട്ട് ഉയരും, എന്നും പ്രസ്ഥാനത്തിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട്. മണിയാശാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഖാവെ, മനുഷ്യന്മാരാണ് അവർ, ചതിക്കും, വിശ്വസിക്കാൻ കൊള്ളില്ല. നമുക്ക് അടുത്ത വട്ടം നോക്കാം. സഖാവെ ലാൽസലാം. ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഒരു മനുഷ്യനെന്ന നിലയിൽ ഈ കമൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ സന്തോഷം തോന്നും. കാരണം ഒരു മനുഷ്യനെന്ന നിലയിലാണ് കേട്ടോ, ഒരു പാർട്ടി അനുഭാവി എന്നുള്ള നിലയിലൊന്നുമല്ല. കാരണം ഇതിലെല്ലാവരും വർഗീയത പറയാതെ ആ ഒരു മനുഷ്യൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടിരുന്ന ക്യാപ്റ്റൻ അയാൾ എന്താണ് ചെയ്തു കൊടുത്തതെന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യനായിട്ട് അയാളെ കണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ അവർ പറയുന്നതും ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയാണ്, മനുഷ്യർ ഇങ്ങനെയാണ്, ചതിക്കുന്നവരാണ്, അല്ലെങ്കിൽ എല്ലാം മറക്കുന്നവരാണ്, അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കമൻറ്റുകളെല്ലാം വന്നിരിക്കുന്നത്. എല്ലാം എൽ ഡി എഫിന് അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ എൽ ഡി എഫിനോട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുള്ള ആളുകളുടെ കമൻറ്റുകളാണ് അതെന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പം നമ്മൾ ഈ വാർത്തകളിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളും അല്ലെങ്കിൽ പോസ്റ്റുകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെല്ലാം വാങ്ങിയിട്ട് ആ സർക്കാരിനെ കുറ്റം പറഞ്ഞ് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം അഴിമതി വീരന്മാരെയാണ്, പെണ്ണുപിടിയന്മാരെയാണ്, അതേപോലെ തന്നെ വർഗീയവാദികളെയാണ്, ജാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജാതി കോമരങ്ങളെയാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം ഇവിടെ പുഷ്പം പോലെ ജയിച്ചേനെ. വയനാട്ടിൽ എന്തിനേറെ പറയും, ഇപ്പോൾ കേരളത്തിൽ ഓക്കെ സീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഇവർക്ക് പരാജയമാണ്, വൻ പരാജയമാണ്. പക്ഷെ വയനാട്ടിലെങ്കിലും ഒരാളെങ്കിലും ജയിക്കണമായിരുന്നു. എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നെങ്കിൽ അയാൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ കാശ് വാരി എറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർഗീയത കുത്തി നിറച്ചിട്ടോ എന്തൊക്കെയോ അട്ടിമറികൾ, തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്തായാലും കിട്ടേണ്ടവർക്ക് കിട്ടിക്കോളൂ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. യു ഡി എഫ് വന്നപ്പോൾ യു ഡി എഫിൻ്റെ മെഴുകലുകളും യു ഡി എഫിൻ്റെ അടിയും പിടിയും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇന്ന് ഈ ഭരണത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ പിള്ളേരെ അടിച്ചിട്ടുള്ളവന്മാരെ ഞങ്ങൾക്ക് തിരിച്ചടിക്കണം. ഞങ്ങളുടെ പാർട്ടിയോട് പണ്ടത്തെ ഭരിക്കുന്ന പാർട്ടി ഇരിക്കുന്ന സമയത്ത് പോലീസ് ചെയ്തിട്ടുള്ള ക്രൂരതയ്ക്ക് അതേ പോലീസിനെ കൊണ്ട് തന്നെ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാർഷ്ട്യത്തിൽ, അല്ലെ അങ്ങനെയുള്ള വാശിയിലൊക്കെയാണ് വി ഡി സതീശൻ അടക്കമുള്ള മൂത്ത കൊങ്ങികളെല്ലാം ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വലിയൊരു അടി നടക്കാൻ പോകുന്ന കസേരകളി പോലെയാണ്. അതായത് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം, ഞാനാണ് യോഗ്യൻ, നിങ്ങൾ അയോഗ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മെഴുകലുകളും പല പ്രശ്നങ്ങളും ഇനി പാർട്ടിക്കുള്ളിൽ തന്നെ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചർ ഇവനെന്നെ നുള്ളി, ഇവനെന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടി ഉണ്ടാക്കുന്ന പോലത്തെ ടീംസാണ് ഇവന്മാർ കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് വയനാട്ടിലെ ജനങ്ങൾ ഇവരെ ചതിച്ചു എന്നാണ്. അതായത് ആരെയാണ്? എൽ ഡി എഫിനെ. വിഷു വരെ എല്ലാവർക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് പറയുന്ന പെൻഷൻ, അതേപോലെ തന്നെ മുടങ്ങാതെ അവർക്ക് കൊടുക്കുന്ന ദിനപത്ത, ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് വന്നു. വിഷുവിന് ശേഷം പിന്നീട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്ന് ആ ഫണ്ട് അക്കൗണ്ടിൻ്റെ ബാങ്കിങ്ങിൻ്റെ പ്രശ്നങ്ങളായിട്ട് എംപ്ലോയീസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെയാണ് ആ ഫണ്ട് കിട്ടാഞ്ഞത്. എന്നാൽ പിന്നീട് അതിന് ശേഷം അതും കൊടുത്ത് 4000 കോടി രൂപയോളം പൊതുഖജനാവിലിട്ടിട്ട് വീണ്ടും, അതായത് ഇറങ്ങുന്നതിന് മുൻപത്തെ മാസം വരെയുള്ള എല്ലാ പൈസയും അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുപോകുന്നത്. അല്ലെ കേരളത്തിൻ്റെ ആ ഒരു വലിയൊരു ക്യാപ്റ്റൻ, അല്ലെ കേരളത്തിൻ്റെ നട്ടെല്ലായിട്ടിരുന്നൊരു മനുഷ്യൻ ഈ ഒരു സ്ഥാനം വിട്ടുമാറുന്നത്. മുഖ്യമന്ത്രിയെ പറ്റി എനിക്ക് പറയാനായിട്ട് കൂടുതലൊന്നും ഞാൻ അധികം പറയുന്നില്ല, എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം: നിശ്ചയദാർഢ്യം, കൃത്യനിഷ്ഠ, അതേപോലെ തന്നെ സമയം, ഈ കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി വളരെയധികം കർക്കശക്കാരനായിരുന്നു. നമുക്കറിയാം കോവിഡ് ടൈമിൽ എല്ലാ ആളുകളും ഉറ്റുനോക്കിയിരുന്നാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്ന, കേരളത്തിലെ ജനങ്ങളെ കളിയാക്കിക്കൊണ്ട് പറയുന്ന പല ആളുകൾക്കും അദ്ദേഹം കൊടുത്ത മറുപടി, RSS അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന മറുപടി, ഈ മറുപടിയൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും നോക്കിയിട്ടുണ്ട്. 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ആ 8 മണി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം അവിടെ വരികയും 9 മണിക്കകത്ത് തീരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 9 മണിയാകുമ്പോൾ പത്രസമ്മേളനവും തീർത്ത് അവിടെ നിന്ന് അടുത്ത ചടങ്ങുകൾക്കായിട്ട്, അല്ലെ അടുത്ത കാര്യങ്ങൾക്കായിട്ട് പോകുന്നൊരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്രയും അധികം കൃത്യനിഷ്ഠയുള്ള ഒരു മുഖ്യമന്ത്രി നമ്മൾ ഇതുവരെയും നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഈ മുഖ്യമന്ത്രി വന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി, മുഖ്യമന്ത്രി ഇരിക്കുന്ന ആ സ്ഥലങ്ങളിലിരിക്കുന്ന, അല്ലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും സമയക്രമങ്ങൾ മാറി. തോന്നുന്ന സമയത്ത് തോന്നിയ പോലെ തോന്നിവാസം കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൃത്യനിഷ്ഠ പാലിച്ചു തുടങ്ങി. 9 മണിക്ക് ഓഫീസിൽ വരാൻ പറഞ്ഞാൽ 9 മണിക്ക് വരിക, 1 മണിക്ക് ആഹാരം കഴിക്കാൻ പോയിട്ട് 2 മണിക്ക് തിരികെ വരാൻ പറഞ്ഞാൽ ആ സമയത്ത് അവർ തിരികെ വരും. എപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ പോയാലും അവിടെ എല്ലാം സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഇതൊക്കെ ഉണ്ടാകുമോ, അല്ലെ ഇനി വരാൻ പോകുന്ന ഭരണപക്ഷം ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ UDFൻ്റെ ഭരണ സമയത്ത് ഇതൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചില വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ UDF വരുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതും കൈയിട്ട് വാരാൻ പോകുന്ന UDFൻ്റെ തോന്നിവാസങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. അതിലൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ അടക്കമുള്ള ആളുകളെല്ലാം കൂടി, അതിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരുത്തൻ കൊങ്ങി കൂടെ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും അധികാരമോഹം പേര് നടക്കുന്ന ആളുകളാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കിന് വേണ്ടി അടി ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ ഒരു ഹോബി എന്ന് പറയുന്നത്. ഇത് കേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ ആ കേക്ക് തിന്നുന്ന കൈ പെട്ടെന്ന് നക്കിയിട്ട് VD സതീഷിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്ന ഒരു നേതാവുണ്ട്, ഒരു അണിയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഒരു കോമഡി ആയിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.
അതിനെങ്ങനെ കൈ എഴുതാൻ പോണ നേരത്തെ ആരെങ്കിലും ഇടയിൽ കൂടെ കയറിയാലോ വലിയ തീയതിയാവൂലേ? നിങ്ങൾ കൈ വായിലിട്ടിട്ട് ആരും കൈ വന്നേക്കല്ലേ കേട്ടോ. കൂട്ടുകാരി കുറുമ്പനൊന്നും ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ കാര്യം എന്ന് പറയുന്നത്. വലിയ കോമഡിയാണ്. അതായത് പാർട്ടിക്കുള്ളിൽ ഇരിക്കുന്നെങ്കിലും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. എനിക്ക് നേതാവാകണം, എനിക്ക് ഈ നാട് ഭരിക്കണം, ഈ നാട് ഭരിച്ച് മുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലുകളൊക്കെയാണ്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പിണറായി വിജയൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാകാൻ ഞാനില്ല, പാർട്ടിക്കുള്ളിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ പാർട്ടിയുടെ തോൽവിക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പഠിച്ചിട്ട് ഞാൻ പൂർവ്വാധികം ശക്തിയോട് തിരികെ വരുമെന്നൊക്കെ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ വരുന്ന അപ്ഡേഷൻ അനുസരിച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ അടങ്ങുന്ന ഇവരുടെ കൂട്ടത്തിൽ ആരാണോ CM ആകാൻ പോകുന്നത്, അല്ലെ ഈ ഭരണപക്ഷം ആരാണോ, ഭരണപക്ഷം ആരാണെന്നല്ല, ഭരണപക്ഷം എന്ന് പറയുന്നത് UDF ആയിരിക്കുമല്ലോ, ആ UDF ശരിക്കും ഒന്ന് വിയർക്കാൻ പോവുകയാണ്. മുണ്ട് നല്ലപോലെ ഒന്ന് മുറുക്കി കുത്തിക്കോ. ഓപ്പോസിറ്റ് വരാൻ പോകുന്ന ആള്, അല്ലെ ഓപ്പോസിറ്റിൽ വരുന്ന ലീഡർ, അത് നമ്മുടെ എല്ലാവരുടെയും ക്യാപ്റ്റനായിട്ടുള്ള പിണറായി വിജയനായിരിക്കും. പിണറായി വിജയൻ സഖാവ് വന്നില്ലെങ്കിലും ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സഖാവ് വന്നാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ ഈ കൊങ്ങികളുടെ മെഴുകലുകളൊക്കെ. അതായത് ഒരാളുടെയും മുൻപിൽ ഒന്നും തിരിച്ചു പറയാനായിട്ട് കഴിവില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഭരണപക്ഷത്തിലേക്ക് ഇരിക്കാനായിട്ട് വരുമ്പോൾ ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ അയ്യപ്പനും കോശി സിനിമയിൽ പറയുന്നത് പോലെ കണ്ടറിയണം ജനങ്ങളെ, എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത്. നിങ്ങൾ തന്നെയാണ് ഒരു കുഴി കുത്തിയത്, ആ കുഴിയിലേക്ക് നിങ്ങൾ തന്നെ വീഴാൻ പോകുന്നു എന്നുള്ളത്. നിങ്ങളല്ല, നിങ്ങൾ ചെയ്ത പ്രവൃത്തി കാരണം ഈ നാട്ടിലെ എല്ലാ ആളുകളും ആ കുഴിയിലേക്ക് വീഴാൻ പോകുന്നു എന്നുള്ളൊരു വസ്തുത നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഈ ചെയ്തിട്ടുള്ള, അതായത് ഈ വോട്ട് കൊടുത്തുകൊണ്ട് പണത്തിൻ്റെ പ്രലോഭനം കൊണ്ടോ ജാതിയുടെയോ മതത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെയോ പ്രലോഭനങ്ങളിൽ വീണ് ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മറന്ന് അവരെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു പ്രാക്കോ അല്ല ശാപമൊന്നുമല്ല, ഇതെല്ലാം നിങ്ങളെ കൺമുൻപിൽ കാണാൻ പോവുകയാണ്. ഈ 5 വർഷം, വരാൻ പോകുന്ന 5 വർഷം എന്തൊക്കെ തോന്നിവാസങ്ങളും എന്തൊക്കെ പിറക്കാഴികയൊക്കെ നമ്മുടെ മുൻപിൽ നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകൾ ഇപ്പോഴേ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അതങ്ങോട്ട് കാണാൻ പോവുകയാണ്. എന്തായാലും ഒരു അനിഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, നല്ല രീതിയിലെല്ലാം പോട്ടെ, എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എന്തായാലും തിരുത്തി പറയേണ്ട ഒരു ദിവസം വരും. അതായത് LDF മോശമാണെന്ന് പറഞ്ഞ നാവുകൊണ്ട് LDF മതിയായിരുന്നു എന്ന് ജനങ്ങളെ കൊണ്ട് പറയേണ്ട, അല്ലെ ജനങ്ങൾ പറയുന്ന ഒരു ദിവസം വരും. അതധികം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.